കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ കംപ്ലീറ്റ് ചെയ്തു. ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. ഇനി നമുക്ക് ഇനീഷ്യലി പഠിച്ചിരിക്കേണ്ട ഒരു ചെറിയ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് മെത്തേഡ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പോയിൻ്റാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ അതിന് മുമ്പ് ഒരു വിഷയം കൂടി പഠിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി തിയറി. ഇപ്പോൾ പ്രോബബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. എന്താണ് പ്രോബബിലിറ്റി എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു തിയറിറ്റിക്കലി അതൊന്ന് പഠിച്ചു പോകാം. അപ്പം വാട്ട് വി സേ, ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ള ഒരു എക്സാമ്പിൾ, വെദർ ഇറ്റ് വിൽ റെയിൻ ഓർ നോട്ട്. അപ്പോൾ 50% ചാൻസസ് ആണ്, ഉണ്ട് ഇല്ല. പിന്നെ ഒരാൾ വിൻ ചെയ്യുമോ ഇല്ലയോ, 50% ചാൻസ് ആണ്. അപ്പം ഇതിപ്പോൾ ഒരു 50% പ്രോബബിലിറ്റി കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ദർ ആർ ലോട്ട് ഓഫ് പ്രോബബിലിറ്റി എക്സാമ്പിൾസ് ലൈക്ക് ടോസിങ് ഓഫ് എ കോയിൻ, ടോസിങ് ഓഫ് എ ഡയസ് അല്ലേ. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ലാപ്ലേസ്, ഹു ഇസ് എ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ, പ്രോബബിലിറ്റി ഇസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ടു ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ്. ഇവിടെ ഒരു എൽ ഉണ്ട് കേട്ടോ, ലൈക്ലി കേസസ്. അപ്പം if you represent probability as capital P, then what is P എന്ന് ചോദിച്ചാൽ number of favorable cases divided by total number of equally likely cases. ഇതെന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടോസിങ് എ കോയിൻ, അപ്പോൾ കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദർ ആർ ചാൻസസ് ടു ഗെറ്റ് ഹെഡ് ഓർ ടെയിൽ. അപ്പോൾ ഹെഡ് കൂടുതൽ ചാൻസ് ഉണ്ടോ കിട്ടാൻ? ഇല്ല. ടെയിൽ കൂടുതലുണ്ടോ ചാൻസ്? ഇല്ല. അപ്പം രണ്ടിനും ഈക്വലി ലൈക്ലി കേസസ് ആണ്. അപ്പോൾ ഹെഡ് വരാനും ടെയിൽ വരാനും ഒരേപോലെ ചാൻസസ് ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഈക്വലി ലൈക്ലി കേസസ്. ലൈക്ലി ടു ഹാപ്പൻ, ഈക്വലി ലൈക്ലി ടു ഹാപ്പൻ. അപ്പോൾ രണ്ട് കേസസ് ആണുള്ളത്. അവിടെ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? P of H. P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ ടോട്ടൽ കേസസ് എത്രയാണ്? 2. അതിൽ ഹെഡ് വരാനുള്ള സാധ്യത എത്രയാണ്? 1. സോ ദ പ്രോബബിലിറ്റി ഈസ് 1/2. അപ്പോൾ നിങ്ങൾ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ് അല്ലേ. Now let's see the measure of probability. If you imagine, if you consider A, ഇപ്പോൾ ഒരു ഈവൻറ്റ് നടക്കുകയാണ്. ഓക്കെ, അത് A വേസിൽ നടക്കാം. If an event can happen in A ways and if it fails to happen in B ways. ഇപ്പോൾ A ടൈംസ് ഒരു ഈവൻറ്റ് നടക്കാനും B ടൈംസ് നടക്കാതിരിക്കാനുമുള്ള ചാൻസസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം മൊത്തം ഈക്വലി ലൈക്ലി കേസസ് എത്രയാണ്? A + B. അപ്പോൾ ഒരു A വേസിൽ നടക്കാം, B വേസിൽ നടക്കത്തില്ല. അപ്പോൾ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ടോട്ടൽ ഈവൻറ്റ്സ് എത്ര? A + B അല്ലേ. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ദി ഈവൻറ്റ് ഇസ് മെഷേർഡ് ബൈ, എങ്ങനെ നമുക്ക് എടുക്കാം? ഇപ്പോൾ എ ഒരു ഇവൻ്റാണ്, ബി ഒരു ഇവൻ്റാണ്. എ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നതിൻ്റെ കണക്കാണ് എ, നടക്കാതിരിക്കേണ്ട കണക്കാണ് ബി എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ നടക്കാനും നടക്കാതിരിക്കാനുള്ള ടോട്ടൽ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? A + B. അതിൽ ദ പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ദി ഈവൻറ്റ്സ്. അപ്പോൾ എ ആയാലും ബി ആയാലും ഈവൻറ്റ് തന്നെയാണ്. അതിൻ്റെ നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്രസ് ചെയ്യാം? A/A + B എന്നോ B/A + B എന്നോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എ ഒരു ഈവൻ്റാണ്, ബി ഒരു ഈവൻറ്റ്. എ നടക്കാനുള്ള ഈവൻറ്റും ഇത് നടക്കാതിരിക്കാനും. അപ്പോൾ A/A + B ഓർ B/A + B ആയിട്ട് നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. So if the probability of success of the event is denoted by P and failure of event is denoted by Q. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പഠിച്ചു. ഇപ്പോൾ 80% മുകളിൽ A ടൈംസ് ചാൻസസ് ഉണ്ട്, 80% മുകളിൽ കിട്ടാതിരിക്കാനുള്ള ചാൻസസ് B ടൈംസ് ആണെന്ന് ഇരിക്കട്ടെ. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്, അത് നടക്കാനും നടക്കാതിരിക്കാനും എന്ന് പറയുന്നത്. സോ ഇഫ് ദി പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ഇപ്പോൾ 80% കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ആ സക്സസിനുള്ള പ്രോബബിലിറ്റി P ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. 80% കൂടുതൽ കിട്ടാതിരിക്കാൻ, അതായത് ഫെയിലിയർ ഓഫ് ദി ഇവൻറ്റ് Q ആയിട്ട് ഡിനോട്ട് ചെയ്താൽ P ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് A/A + B. കാരണം A എന്ന് പറയുന്നത് എന്തുവാ? സക്സസിൻ്റെ കണക്കാണ് അല്ലേ. സോ P ഈസ് ഈക്വൽ ടു A/A + B. അപ്പം നടക്കാനും നടക്കാതിരിക്കാനുള്ള ചാൻസസ് ആണ് A + B എന്ന് പറയുന്നത്. നൗ ഈവൻറ്റ് ഡിനോട്ട് ബൈ Q, അതായത് ഫെയിലുവറിനുള്ള പ്രോബബിലിറ്റിയാണ് Q. Failure of the event Q can be expressed as B/A + B. അപ്പോൾ P + Q എന്ന് പറഞ്ഞാൽ എന്തുവാ? A/A + B + B/A + B ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഈവൻറ്റ്സ് പറയുന്നത് അല്ലേ. ഈ നടക്കാനും നടക്കാതിരിക്കാനും ടോട്ടൽ നമ്പർ ഓഫ് ഈവൻറ്റ്സ് അല്ല, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് വരും.
അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയാണോ അതിൽ നമുക്ക് ഫേവറബിളായ ഔട്ട്കംസ് എത്ര ടൈംസ് എത്ര നമ്പർ വന്നു, അതാണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. നമുക്ക് ആ ടോസിങ് ഓഫ് എ കോയിനിലേക്ക് തിരിച്ചു പോവാം. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡോ ടെയിലോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ആണ് എന്തുവാ? ഹെഡോ ടെയിലോ വരാം. 2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അതിൽ ഹെഡ് വരാനുള്ളതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എങ്കിൽ 1/2 എന്ന് പറയാം നമുക്ക്, അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി പഠിക്കാം. ഏതൊക്കെ തിയറംസ് ആണ് പ്രോബബിലിറ്റിയിൽ ഉള്ളത്? പ്രോബബിലിറ്റി തിയറംസ്. ദർ ആർ മെയിൻലി 2 തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. അതിൽ ഒന്നെന്ന് പറയുന്നത് അഡീഷൻ തിയറവും രണ്ടാമത്തത് മൾട്ടിപ്ലിക്കേഷൻ തിയറവും. ദർ ആർ 2 തിയറംസ് ഓഫ് പ്രോബബിലിറ്റി, അഡീഷൻ തിയറം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. അതിൽ ആദ്യം നമുക്ക് അഡീഷൻ തിയറം നോക്കാം. അഡീഷൻ തിയറം ഇസ് ഓൾസോ കോൾഡ് തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. ഓക്കെ, ഇങ്ങനെ ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വെൻ 2 ഈവൻറ്റ്സ് എ ആൻഡ് ബി വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആർ ഹാപ്പനിങ്. ഇപ്പോൾ 2 ഈവൻറ്റ് എയും ബിയും വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഒന്നിനെ മറ്റേത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 ഈവൻറ്റ് എയും ബിയും നടക്കുകയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഐദർ എ ഓർ ബി ഈസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി. അതാണ് അഡീഷൻ തിയറം എന്ന് പറയുന്നത്. അതായത് 2 ഈവൻറ്റ്സ് നടക്കുകയാണ്, എയും ബിയും. അപ്പോൾ എ അല്ലെങ്കിൽ ബി നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റിയുടെ സമ്മാണെന്ന് അർത്ഥം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. യു ഇമാജിൻ ദർ ഇസ് എ ബോക്സ് കണ്ടെയ്നിങ് 10 വൈറ്റ് ബോൾസ്, 10 ബ്ലാക്ക് ബോൾസ് ആൻഡ് 10 റെഡ് ബോൾസ്. 1 ബോൾ ഇസ് ഡ്രോൺ അറ്റ് റാൻഡം. അപ്പോൾ 10 വൈറ്റും 10 ബ്ലാക്കും 10 റെഡ് ബോൾസും ഉള്ളൊരു ബോക്സിൽ നിന്നും ഒരു ബോൾ റാൻഡമായിട്ട് എടുത്തു. ഓക്കെ, അത് ആ എടുക്കുന്ന ബോൾ വൈറ്റോ റെഡോ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ബോൾ എടുത്തു, മൊത്തം ഒരു ബോക്സിൽ ഇത്രയും ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ബോൾ എടുത്തപ്പോൾ ആ ഒരു ബോൾ വൈറ്റ് അഥവാ റെഡ്, വൈറ്റ് ഓർ റെഡ്, എ ഓർ ബി ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുന്നതിന് മുമ്പേ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, എന്നാലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ എന്തുവാ? ടോട്ടൽ ബോൾസ് എത്രയാണ്? 10 + 10 + 10. അപ്പം ടോട്ടൽ ചാൻസസ് എത്രയാണ്? 30 അല്ലേ? 30 എണ്ണത്തിൽ വൈറ്റ് ആകാനുള്ള സാധ്യത എത്രയാണ്? 10 എണ്ണം. അപ്പം 30 എണ്ണത്തിൽ 10 എണ്ണത്തിൽ ഏതെടുത്താലും വൈറ്റ് ആയിരിക്കുമല്ലോ. സോ ദ probability of drawing a white ball is 10/30, that is 1/3. ഇനി probability of drawing a red ball എത്രയാണ്? അതും 10 എണ്ണമാണ് ബോക്സിലുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ 10/30, ദാറ്റ് ഈസ് 1/3. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണ്. അപ്പോൾ ദ 2 ഈവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്തുകൊണ്ടാണ്? സിൻസ് ഒക്കറൻസ് ഓഫ് വൺ എക്സ്ക്ലൂഡ്സ് ദി ഒക്കറൻസ് ഓഫ് ദി അതർ. അതായത് ഇപ്പോൾ ആദ്യം എടുത്ത ബോൾ വൈറ്റ് ആയിരുന്നുവെങ്കിൽ വൈറ്റോ റെഡോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബോൾ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ റെഡ് ആകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, കാരണം ഒരു ബോൾ എടുത്തു കഴിഞ്ഞു അല്ലേ. സോ ഒക്കറൻസ് ഓഫ് വൺ എക്സ്ക്ലൂഡ്സ് ദി അതർ, അതാണ് അതിൻ്റെ അർത്ഥം. വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ റെഡ് എടുക്കാനുള്ള സാധ്യതയില്ല. ഫസ്റ്റ് ബോളാണ്, ഒരു ബോളേ എടുക്കുന്നുള്ളൂ, അതിന് വൈറ്റ് ആണോ റെഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ റെഡ് അല്ല, റെഡ് എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് അല്ല. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അഡീഷണൽ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ഐദർ എ വൈറ്റ് ഓർ എ റെഡ് ബോൾ ഇസ് എ പ്ലസ് ബി. അപ്പോൾ എ എന്ന് പറയുന്നത് 1/3, ബിയും 1/3 ആണ്. സോ എ ഓർ ബി എന്ന് പറയുന്നത് 1/3 + 1/3, ദാറ്റ് ഇസ് 2/3. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എഴുതണം ദിസ് ഇസ് പി എ, ദിസ് ഇസ് പി ബി, പി എ ഓർ ബി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. അപ്പോൾ ദാറ്റ് ഇസ് 1/3 + 1/3 ഈക്വൽ ടു 2/3. ക്ലിയർ ആയോ? ഇനി ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എ ബോക്സ് കണ്ടെയ്ൻസ് 40 ബോൾസ് ആൻഡ് ഇറ്റ് ഈസ് മാർക്ക്ഡ് 1 to 40. അപ്പോൾ 40 ബോളുണ്ട്. ഒരു ബോളിൽ 1, അടുത്ത ബോളിൽ 2, അങ്ങനെ 40 വരെ മാർക്ക് ചെയ്ത് 40 ബോൾസ് ഒരു ബോക്സിലുണ്ട്. അതിൽ ഒരു ബോൾ ഡ്രോ ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 8? ഇത് കുറച്ചുകൂടെ ഒരു ചിന്തിച്ച് ചെയ്യാവേണ്ടതാണ്. നിങ്ങളങ്ങ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ നമ്പർ വിച്ച് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 8? ദാറ്റ് ഇസ് ദി homework for you today. Okay. അടുത്തത് multiplication theorem, which is also called theorem of compound probability or Laplace
തേർഡ് പ്രിൻസിപ്പിൾ, അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന തിയറമാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇവിടെ when two events A and B are independent, okay, they are independent. നേരത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരുന്നു, ഒന്ന് നടന്നാൽ മറ്റേ നടക്കത്തില്ല. ഇവിടെ എന്ന് വെച്ചാൽ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. എയുടെ ഒക്കറൻസ് ബിയുടെ ഒക്കറൻസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ദി പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് എ ആൻഡ് ബി ഈസ് പ്രോഡക്റ്റ് ഓഫ് ദർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി. മനസ്സിലായോ? എന്ന് വെച്ചാൽ രണ്ട് ഈവൻസ് ആണ് എയും ബിയും. ഒന്ന് നടക്കുന്ന മറ്റേതിനെ ബാധിക്കുന്നില്ല. ഇവിടെ നേരത്തെ അങ്ങനല്ല, ഒന്ന് നടന്നാൽ മറ്റേത് നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ടു ഈവൻസ് എ ആൻഡ് ബി വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദ ഒക്കറൻസ് ഓഫ് എ ആൻഡ് ബി is the product of their individual probability. അപ്പോൾ പി എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ക്ലിയർ? ഇത് നോക്കി എഴുതിക്കോണം കേട്ടോ നിങ്ങളുടെ നോട്ട്സിൽ. അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. എ ബോക്സ് കണ്ടെയ്ൻസ് 12 വൈറ്റ് ആൻഡ് 20 ബ്ലാക്ക് ബോൾസ്. ഓക്കെ, എ സെക്കൻഡ് ബോക്സ് കണ്ടെയ്ൻസ് 16 വൈറ്റ് ആൻഡ് 24 ബ്ലാക്ക് ബോൾസ്. രണ്ട് ബോക്സുകളാണ്. ഇവിടെ 12 ആൻഡ് 20 വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾസ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിലാണെങ്കിൽ 16 വൈറ്റും 24 ബ്ലാക്ക് ബോൾസും ഉണ്ട്. വൺ ബോൾ ഇസ് ഡ്രോൺ ഫ്രം ഈച്ച് ഓഫ് ദി ബോക്സസ്. ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തു, ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തു. What is the probability that the balls drawn are both white? ഈ രണ്ട് ബോക്സിൽ നിന്ന് എടുത്തതും വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് വെച്ചാൽ ഇവിടുന്നും ബോൾ എടുത്തു, ഇവിടുന്നും ബോൾ എടുത്തു. ഇവിടുത്തെ ബോളും ആൻഡ് ആണ് ഇവിടെ വരുന്നത്. പി ഓഫ് എ ആൻഡ് പി ഓഫ് ബി രണ്ടും വൈറ്റ് ആവണ്ടേ? അപ്പോൾ രണ്ടും വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എ ആൻഡ് പി ഓഫ് ബിയുടെ പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബോക്സിൽ മൊത്തം എത്ര ബോളുണ്ട്? 12 വൈറ്റും 20 ബ്ലാക്കും. അപ്പോൾ 12 + 20 32. അപ്പോൾ വൈറ്റ് എത്ര? 12. സോ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി? 12/32. മനസ്സിലായോ? അടുത്ത ബോക്സിൽ നിന്ന് വൈറ്റ് എടുക്കാനുള്ള സാധ്യത എത്രയാണ്? ടോട്ടൽ 16 + 24 ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? 16 + 24 40. അപ്പോൾ വൈറ്റ് 40ൽ നിന്ന് 16 എടുത്താൽ മതി, വൈറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഡ്രോയിങ് വൈറ്റ് ബോൾ ഫ്രം ദി സെക്കൻഡ് ബോക്സ്? 16/40 അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ദ ടു ഈവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ആദ്യത്തെ ബോക്സിൽ നിന്ന് വൈറ്റ് എടുത്തു എന്ന് വെച്ചിട്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് വൈറ്റ് എടുക്കാൻ പാടില്ലെന്നില്ലല്ലോ, രണ്ട് ഡിഫറെൻറ്റ് ബോക്സസ് അല്ലേ? സോ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ഫ്രം ഈച്ച് ഓഫ് ദ ടു ബോക്സ് ഈസ് ഈക്വൽ ടു 12/32 ഇൻറ്റു 16/40. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഓർ അല്ല ആൻഡ് ആണ്. 12/32 ഇൻറ്റു 16/40, ദാറ്റ് ഇസ് 6/40 ഈക്വൽ ടു 3/20. ഇതാണ് പ്രോബബിലിറ്റി. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം? ഇനി ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. എ ബോക്സ് കണ്ടെയ്ൻ 10 വൈറ്റ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. 2 balls are drawn at random, one after the other without replacement. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ ചോദ്യം കുറച്ചുകൂടെ ചിന്തിക്കാനുള്ളതാണ്. സോ 2 balls are drawn from the same box at random, one after the other without replacement. ശ്രദ്ധിച്ചോണം. What is the probability that both the balls are black? ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. കുറച്ചുകൂടി ചിന്തിച്ച് ചെയ്യാനുള്ളതാണ്. ചിന്തിച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.